യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകില്ലെന്ന് ആവർത്തിച്ച് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹ്ദി തങ്ങൾ ശിക്ഷ നടപ്പിലാക്കൽ വരെ പിന്തുടരും. കാലതാമസം ഞങ്ങളെ വഴങ്ങാൻ പ്രേരിപ്പിക്കില്ല. സമ്മർദ്ദം ഞങ്ങളെ ഇളക്കില്ല. പണം രക്തത്തിന് പകരമാകില്ല. സത്യം മറയ്ക്കപ്പെടുന്നില്ല. നീതി വരും. എത്ര ദൈർഘ്യമെടുത്താലും ഒരു തരത്തിലുമുള്ള സമ്മർദ്ദത്തിനും വഴങ്ങില്ലെന്നും ദൈവത്തിന്റെ സഹായത്തോടെ നീതി നടപ്പിലാക്കപ്പെടുമെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അബ്ദുൾ ഫത്താഹ് മഹ്ദി വ്യക്തമാക്കി. ഒരു ഒത്തുതീർപ്പിനും ഇല്ലെന്നും ദയാധനം വേണ്ടെന്നും സഹോദരൻ വ്യക്തമാക്കി. കുടുംബത്തിലെ മറ്റു പലരും നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്ന നിലപാടിലാണെന്നും റിപ്പോർട്ടുകൾക്കിടയിലാണ് അബ്ദുൾ ഫത്താഹ് മഹ്ദി മാപ്പ് നൽകില്ലെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നത്. പലതരത്തിലുമുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും തങ്ങൾ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും മഹ്ദി വിവരിച്ചു. തങ്ങളുടെ ആവശ്യം നീതി മാത്രമാണെന്നും സഹോദരൻ വിശദീകരിച്ചു. സത്യം മറയ്ക്കപ്പെടുന്നില്ലെന്നും എത്ര ദൈർഘ്യമെടുത്താലും ദൈവത്തിന്റെ സഹായത്തോടെ നീതി നടപ്പിലാക്കപ്പെടുമെന്നും മഹ്ദി ഫേസ്ബുക്കിൽ കുറിച്ചു. ഇന്ന് മധ്യസ്ഥതയിലൂടെയും സമാധാന ശ്രമങ്ങളിലൂടെയും കേൾക്കപ്പെടുന്നതും നേടപ്പെടുന്നതും പുതിയതോ അതിശയകരമോ ആയ ഒന്നല്ല. നമ്മുടെ കേസിന്റെ വർഷങ്ങളിലുടനീളം രഹസ്യമായ ശ്രമങ്ങളും വലിയ മധ്യസ്ഥ ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. ഇത് സാധാരണവും പ്രതീക്ഷിതവുമാണ്. അതിനർത്ഥം ഞങ്ങൾ അനുഭവിച്ച സമ്മർദ്ദങ്ങൾ ഞങ്ങളിൽ നിന്നും മാറ്റിയിട്ടില്ല. ഞങ്ങളുടെ ആവശ്യം വ്യക്തമാണ്. നീതി മാത്രം, മറ്റൊന്നുമല്ല. കാര്യം എന്തു തന്നെയായാലും ഇപ്പോൾ ഇത് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളത് പ്രതീക്ഷിച്ചിരുന്നില്ല. നിർഭാഗ്യവശാൽ പ്രത്യേകിച്ചും നടപ്പിലാക്കൽ നിർത്തിവെച്ചവർക്ക് ഏതെങ്കിലും രൂപത്തിലോ വിധത്തിലോ ഉള്ള അനുരഞ്ജന ശ്രമങ്ങളോടുള്ള ഞങ്ങളുടെ പൂർണ്ണ നിരാകരണം അറിയാം. എന്തായാലും ശിക്ഷ നടപ്പിലാക്കൽ തീയതി നിശ്ചയിച്ചതിനു ശേഷം ഇത്തരം ശ്രമങ്ങൾ വരുന്നത് മുമ്പത്തേക്കാൾ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ശിക്ഷ നടപ്പിലാക്കൽ വരെ പിന്തുടരും. കാലതാമസം ഞങ്ങളെ വഴങ്ങാൻ പ്രേരിപ്പിക്കില്ല. സമ്മർദ്ദം ഞങ്ങളെ ഇളക്കില്ല. പണം രക്തത്തിന് പകരമാകില്ല. സത്യം മറയ്ക്കപ്പെടുന്നില്ല. നീതി വരും. എത്ര ദൈർഘ്യമെടുത്താലും ദൈവത്തിന്റെ സഹായത്തോടെ നീതി നടപ്പിലാക്കപ്പെടും, മഹ്ദി ഫേസ്ബുക്കിൽ പറയുന്നു. അനുനയ ശ്രമം തുടരുമ്പോഴും നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുന്നതിൽ ബന്ധുക്കൾക്കിടയിൽ അഭിപ്രായ ഐക്യം ആയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ചർച്ച തുടരാൻ സാധ്യതയുണ്ട്. സഹോദരനെ അടക്കം അനുനയിപ്പിക്കാനുള്ള ഊർജിത ശ്രമം തുടരുകയാണ്. ഇന്നലെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ട് കോടതി ഉത്തരവിട്ടത്. ഇനി ഒരു അറിയിപ്പുണ്ടാകും വരെ വധശിക്ഷ നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് വിധിപ്പകർപ്പിൽ ഉള്ളത്. എന്നാൽ കേസ് ഇനി എന്ന് പരിഗണിക്കും എന്ന് ഉത്തരവിലില്ല. എന്നത്തേക്ക് മാറ്റിയെന്നും ഉത്തരവിലില്ല. നിമിഷപ്രിയയുടെ കാര്യത്തിൽ തുടർന്നും ഇടപെടൽ നടത്തും എന്ന് കാന്തപുരം വ്യക്തമാക്കിയിട്ടുണ്ട്. കുടുംബവുമായി ദയാധനത്തിൽ ചർച്ച നടക്കുന്നുവെന്നും കോടതിയിൽ അറിയിച്ചിരുന്നു. ഇതിൽ തീരുമാനം ആകുന്നതുവരെ വധശിക്ഷ നടപ്പിലാക്കരുത് എന്നായിരുന്നു ഹർജി നൽകിയത്. ഇത് അംഗീകരിച്ചാണ് കോടതി വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിയിരിക്കുന്നത്. എന്നാൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ആശങ്കയുണ്ടെന്ന് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ വ്യക്തമാക്കി. ശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവച്ചത് എത്ര കാലത്തേക്കെന്ന് വ്യക്തതയില്ല. വധശിക്ഷ എപ്പോൾ വേണമെങ്കിലും നടപ്പാക്കാമെന്ന് ആശങ്കയുണ്ട്. ചർച്ച നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നു. കാന്തപുരത്തിന്റെ ഇടപെടലാണ് അവസാനം ഗുണം ചെയ്തത്. മാപ്പ് നൽകുന്നതിൽ തലാലിന്റെ കുടുംബത്തിൽ അഭിപ്രായം ഐക്യമില്ലെന്നും ആക്ഷൻ കമ്മിറ്റി അംഗം സജീവ് കുമാർ പറഞ്ഞു.